ഹായ് കൂട്ടുകാരെ, ഇന്ന് നേരത്തെ തന്നെ സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. 6:30 ആയിട്ടുള്ളൂ. 6:30 ആയപ്പോഴത്തേക്കും നന്നായിട്ട് സൂര്യനൊക്കെ ഉദിച്ചു വന്ന് നല്ല മനോഹരമായൊരു പ്രഭാതം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മനോഹരമായൊരു പ്രഭാതത്തിലേക്കും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എണീറ്റ പാടെ എന്താണ് വാഴയുടെ കടക്കിൽ കിടന്ന് കറങ്ങണേന്നല്ലേ. ഇന്ന് ഇലയട ഉണ്ടാക്കാനായിട്ട് ഇല കിട്ടുമെന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 വാഴ ഇങ്ങനെ ബക്കറ്റിലും ടിന്നിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇലയൊക്കെ ഈ കാറ്റിനെ ഒക്കെ ഇങ്ങനെ കീറി കീറി ചീന്തി പോവാന്ന് പറയില്ല, അങ്ങനെയൊക്കെ കീറിപ്പോയിരിക്കുക കേട്ടോ. ചെറിയ ഇലയാണ്. അപ്പോൾ എവിടെ നിന്ന് കട്ട് ചെയ്യണം എന്നൊക്കെ നോക്കുമായിരുന്നു. കുറച്ച് അടയ്ക്കുള്ളത് കിട്ടിയാൽ, ഒരു 10 അടയ്ക്കുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇല തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. കാരണം ചെറിയ ഇലയായതുകൊണ്ടേ വളരെ ചെറിയ അടയായിരിക്കും. അപ്പം അത് എത്ര എണ്ണം ഒരാൾ കഴിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇടുന്നൊക്കെ കിട്ടിയ ഇലയൊക്കെ ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒക്കെ നമുക്ക് ഏകദേശം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, എത്ര ചെറുതാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇലകളൊക്കെ മുറിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വാഴയുടെ ചുറ്റും തലങ്ങും വിലങ്ങും നടന്ന് ഞാൻ കുറച്ച് ഇലയൊക്കെ മുറിച്ചെടുത്തു കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് അട ഉണ്ടാക്കാനുള്ള ഇലയും അതുപോലെ തന്നെ പൊതിച്ചോറ് കെട്ടാനുള്ള നാക്കലയൊക്കെ ഞാൻ വെട്ടിക്കൊണ്ട് വരാറ്. ഇവിടെ ഇലയുടെ ആണെങ്കിലും അതുപോലെ തന്നെ പൊതിച്ചോറാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതിച്ചോറ് കെട്ടാനുള്ള ഇലയൊന്നുമില്ല, ഒക്കെ കീറിപ്പോയതാണ്. ഒരിലയും കണ്ടേ ഉള്ളൂ, അത് വീതിയും നീളമൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു ഇലയാണ് കേട്ടോ. പക്ഷേ എല്ലാത്തിനും കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്ത് അട എങ്ങാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാഴയുടെ ചുറ്റും നടന്നപ്പോഴത്തേക്കും ഞാൻ വെള്ളം വെച്ചത് മറന്നുപോയിട്ടോ. ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടയുടെ പൊടി നനയ്ക്കാനുള്ള വെള്ളേ അത് നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അരിപ്പൊടി എടുത്ത് അതിലേക്ക് ഇച്ചിരി ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മളത് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ചൂട് ആറുമല്ലോ, ഒന്ന് തണുത്താലല്ലേ നമുക്ക് സഹിക്കാവുന്ന, കയ്യിൽ തൊടാവുന്ന ചൂടാകുമ്പോഴാണല്ലോ നമ്മളതൊന്ന് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ അത് കുഴച്ചെടുക്കാനായിട്ട് വെക്കുന്നതിന് മുമ്പ് നമുക്ക് അടയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി പഞ്ചസാരയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ പൊടി സെറ്റായി. അത് നന്നായിട്ട് അങ്ങ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴയിലയൊക്കെ കഴുകി കൊണ്ടുവന്നു. പിന്നെ നമ്മൾ കയ്യിൽ ഇങ്ങനെ വെള്ളം നനച്ചിട്ടാണല്ലോ അട പരത്തിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെള്ളം കൂടി അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അട പരത്താനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബോൾ ഇങ്ങനെ എടുത്തിട്ട് ഇലയിൽ വെച്ച് കൈ ഇങ്ങനെ നനച്ച് നമ്മൾ പരത്തി കൊടുക്കും. നല്ല തിന്നായിട്ട് പരത്തിയിടുക. അത് കനം കുറച്ച് പരത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കും. നല്ല കട്ടിയിലാവുമ്പോഴേ അത്ര എങ്ങാണ്ട് ടേസ്റ്റ് വരില്ല. നല്ല കനം കൂടിയിരിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ്. അതുപോലെ തന്നെ വെല്ലം ഉരുക്കിയിട്ട് അതിനകത്ത് നമ്മൾ തേങ്ങയും ഒക്കെ അവിലും തേങ്ങയും പഴവും ഒക്കെ കൂടി വിളയിച്ചൊക്കെ എടുത്തിട്ട് അടയിലേക്ക് സെൻറ്ററിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഏലക്കായൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ. ഇപ്പോൾ രാവിലെ നമ്മൾ എളുപ്പപ്പണിക്ക് ചെയ്യുന്ന പരിപാടിയാണ്. തേങ്ങ എടുക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അട ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരോട് അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അട എങ്ങനെയാണ് വെന്തോ എന്ന് നോക്കാമെന്ന് അറിയോ? ഞങ്ങൾ ഇങ്ങനെയാണ് നോക്കാട്ടോ. അതായത് ഈ ഇല ഇങ്ങനെ പതുക്കെ പൊന്തിച്ച് നോക്കും. അപ്പം നമ്മുടെ ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ അട നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ അട വെന്തോന്ന് നോക്കണത്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് 4 എണ്ണം വെച്ച് കഴിഞ്ഞപ്പം ഞാനത് ഇതുപോലെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. കാരണം ആ വാഴയിലയിൽ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് കൂടിയും അട ഉണ്ടാക്കാമല്ലോ. നമ്മൾ ഈ ഇലയ്ക്ക് ക്ഷാമമുള്ളവർ ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും. നല്ല ചൂടാറിയിട്ടാണെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ല ചൂട് കൊടുക്കണം തന്നെ വേഗം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമുക്കിന്ന് ചോക്ലേറ്റിൻ്റെ പണിയൊക്കെ ഉണ്ടെന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വേഗം ചൂടാറാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ എടുത്ത് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ആ ഇലയിൽ അട ഉണ്ടാക്കുകയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ ഇതുപോലെ അടയൊക്കെ മാറ്റി നമ്മൾ ഉണ്ടാക്കി. അതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് കഴിക്കാനുള്ള പാലും ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം. അട എനിക്ക് തേങ്ങ ഉള്ളതേ
വയറുവേദനിക്കും. അതുകൊണ്ട് ഞാൻ തേങ്ങയുള്ളത് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന മാവ് കുറച്ചുകൂടി കൂടുതലായിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാട്ടിലും കൂടുതലായിട്ട് മാവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കി വെക്കാമെന്ന്. അട എല്ലാവർക്കും അത്യാവശ്യം കഴിക്കാനുള്ള അട എൻ്റെ അടുത്തുണ്ട്. അത് പോരാതെ ബാക്കി മാവ് വന്നപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇനി ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നൊന്നുമില്ല, കറിയുടെ ഒപ്പം അങ്ങ് പൊക്കോളും. അപ്പോൾ നൂൽപുട്ടും അടുപ്പത്ത് വേവാനായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനായിട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒപ്പം പാത്രങ്ങളും ഉണ്ടാവുമല്ലോ കഴുകാനായിട്ട്. അത് വരുന്നത് ഒപ്പം തന്നെ കഴുകി വെച്ചാലേ അത് നമുക്ക് ഒരു ഭാരമായിട്ട് വരില്ല. അപ്പോൾ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനാക്കി സെറ്റാക്കി എടുത്തു കേട്ടോ. നമ്മുടെ രാവിലത്തെ പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞു. ഇതാ കണ്ടോ, ഇതിൽ കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ഇലയൊക്കെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ അട ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ ഇലയിൽ നിന്ന് എടുത്തിട്ടുള്ള അട ഇരിക്കുന്നുണ്ട് കണ്ടോ. അതായത് ആദ്യം വരുന്ന ആൾക്ക് ഇലയില്ലാത്ത അട കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് മിക്സ് ആക്കിയില്ല, സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. പിന്നെ അടിക്കലും തുടക്കലും നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8 മണി 9 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. 8:30 ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതാ ഏപ്രണിട്ട് കെട്ടി ഗ്ലൗസ് ഇടണം, തലയിൽ തൊപ്പിയൊക്കെ വെക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇനി ഇന്ന് ഉച്ച വരെ നമുക്ക് ചോക്ലേറ്റിൻ്റെ പണിയുണ്ട്. ഉച്ചയായിട്ട് ഒരു 12 മണി വരെ നമുക്ക് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ആവും, എന്തായാലും 12 മണിയാവും നമ്മുടെ ചോക്ലേറ്റിൻ്റെ പണി കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്കിലേക്കുള്ള ചോറും കറികളൊക്കെ സെറ്റാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ ഇതാ സമയം 11:45 നമ്മുടെ ഒരു ട്രിപ്പ് ചോക്ലേറ്റ് ഉണ്ടാക്കി. അതായത് 2.5 ബോക്സ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയതും മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയതൊക്കെ ആയിട്ട് ഒരു 10-50 ബോക്സിനുള്ള ചെറിയ ബോക്സിനുള്ള ചോക്ലേറ്റുകൾ നമ്മുടെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് വൈകിട്ട് പോയിട്ട് നമുക്ക് പാക്ക് ചെയ്യണം. നാളെ ഇത് നാട്ടിലേക്ക് കൊടുത്തുവിടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളിതൊന്ന് തുണിയിട്ട് ഒന്നിങ്ങനെ മൂടിയിടും. അതായത് ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ മൂടിയിട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നമ്മുടെ ഉച്ചത്തെ ചോറും കറികളൊക്കെ വെക്കാനുള്ള പണിയിലേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും സബോളയും 2 പീസ് ചിക്കനൊക്കെ ഇരുന്നായിരുന്നു. അതൊക്കെ കൂടിയിട്ട് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു വിസിൽ വരുത്താനായിട്ട് അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വിസിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി അരി കഴുകിയിട്ടു. അപ്പോൾ അരി ഒരടുപ്പത്ത് ചോറാവുകയും അപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് കറിയും കൂടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സബോളയും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് വിസിൽ വന്നു കേട്ടോ. അപ്പോൾ അത് ഇറക്കിയിട്ട് ഞാൻ അതിന് വേണ്ട അരപ്പ് റെഡിയാക്കുകയാണ്. ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ചാറ് ഇത്തിരി നീട്ടം കിട്ടും. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കൂടുതൽ ചാറൊഴിച്ച് കഴിക്കണം. അതുകൊണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്കായ, കുരുമുളക്, പെരുംജീരകം അതൊക്കെ ഇട്ട് കൊടുത്തു. 4 വെളുത്തുള്ളിയും 4 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതൊന്നും ഇങ്ങനെ പൊട്ടൂലോ. ഗ്രാമ്പും ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം നമ്മളതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയിട്ട് അങ്ങനെ ഫ്രഷായിട്ട് ചേർക്കുന്നവർ ആദ്യം തേങ്ങ ഇട്ട് മൂത്ത് നല്ല എന്താ പറയുക പുളിയുറുമ്പ് വരണാവണം കേട്ടോ. നല്ല ചോക്കന വറുക്കുക എന്നൊക്കെ പറയും. അതിന് ശേഷമാണ് പൊടികൾ ചേർക്കുക. എൻ്റെ അടുത്ത് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം പൊടികൾ ചേർത്ത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് ഈ തേങ്ങ ചേർക്കണത് കേട്ടോ. അതായത് ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ അത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വറുത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും കേട്ടോ. രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും സാമ്പാർ വെക്കണമെങ്കിലോ ഇപ്പോൾ വറുത്തരച്ച് സാമ്പാർ വയ്ക്കുക, മുട്ടക്കറി വയ്ക്കുക ഒക്കെ ചെയ്യുമ്പോൾ തേങ്ങ വറുത്തരയ്ക്കുന്നതിനൊക്കെ എടുക്കാനായിട്ട് സുഖമാണ്. അപ്പോൾ അങ്ങനെ വറുത്ത് നമ്മളത് വിട്ട് കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങ് ചൂടാക്കി ഇതാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടായാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം തന്നെ അരച്ചെടുക്കാനും പറ്റും കേട്ടോ. ഈ ടൈം പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തീരാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ, ഈ തേങ്ങ വറുത്ത് വയ്ക്കലൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ വറുത്ത് വെച്ചത് നന്നായിട്ട് അരച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അരച്ചൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങും സബോളയും ചിക്കൻ പീസൊക്കെ കൂടി ഇട്ടിട്ടുള്ള നമ്മുടെ ഇതൊരു വിസിലൊക്കെ പോയി നമുക്ക് മൂടിയൊക്കെ തുറന്നു നോക്കി കണ്ടോ. ഇതുപോലെ 4-5 ചിക്കൻ പീസ് എടുത്ത് ഇട്ടതാണ് കേട്ടോ. ഈ എല്ല് പീസൊന്നും വേറെ എന്തെങ്കിലും ചെയ്താലൊന്നും പിള്ളേർ കഴിക്കില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ കറിക്കൊരു ചിക്കൻ്റെ ഫ്ലേവർ വരികയും ചെയ്യും. അതങ്ങനെ അങ്ങ് വെന്ത് ഇതായി പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ്, സബോള, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയൊക്കെ തന്നെ അതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ.
അതിൽ 1-2 വിസിൽ വരുത്തി ആ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ ചാറ് വേണമെന്നതുകൊണ്ട് ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് തിളച്ച് കുറുകി ഒന്ന് കുറച്ച് വറ്റും. നമ്മുടെ അരപ്പൊന്ന് വേവണമല്ലോ. എന്നിട്ട് നമ്മൾ ഉള്ളി താളിച്ചെടുക്കും. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്തു അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വാർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഇങ്ങനെ തന്നെയാണ് വാർക്കുക. വിസിലും വാഷും എടുത്ത് മാറ്റിയിട്ട് അതങ്ങനെ തന്നെ അടച്ച്, അതായത് പ്ലേറ്റ് വെച്ച് നമ്മൾ ക്ലിപ്പിട്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഈ ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി കൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഞാൻ ചോറ് വറക്കണത് കേട്ടോ. ഇനി അതവിടെ ഇരുന്നോളും. വെള്ളമൊക്കെ ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നല്ല സെറ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഉള്ളി അരിഞ്ഞ് കാച്ചാനായിട്ട് പോവാണ്. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ചു. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ നമ്മൾ മൂപ്പിച്ചിടുന്നത്. അപ്പോൾ അതവിടെ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റായി കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു കറി മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു ചാറ് കറി വേണം, ഒരു ഉപ്പേരി വേണം, അങ്ങനെയൊന്നും ആർക്കും ഇവിടെ നിർബന്ധമില്ല. ഒരു കറി മതി, അത് ഇതുപോലെ കുറേ വേണമെന്ന് മാത്രം അവർക്ക്, അതായത് കുറേ ഒഴിച്ച് കഴിക്കാനായിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അതും ചോറുണ്ണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മിക്സ്ഡ് അച്ചാർ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് മിക്സ്ഡ് അച്ചാർ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തു. പിന്നെ 2 കൊണ്ടാട്ടമുളക് വറുത്തതും പിന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ഉരുളക്കിഴങ്ങ് കറി എന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു കറി, എൻ്റെ വക ഒരു കറി, അത്രേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. ഊണൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം കാലത്തോട്ട് തുടങ്ങിയതല്ലേ ചോക്ലേറ്റ് പണിയും കിച്ചണിലെ പണിയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളങ്ങ് വണ്ടിമേ കയറിയത് ഇവിടെ എത്താറാകുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ വണ്ടിമേ. പക്ഷേ ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ ചാറി ഒരു സ്ട്രോങ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഓടി അങ്ങ് കടയിലേക്ക് കയറുമായിരുന്നു. ഇതാണ് നമ്മുടെ കട, പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കടയിൽ വന്നു. നമ്മൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു തുണിയെടുത്ത് എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കും കേട്ടോ. വലിയ പൊടിയൊന്നും ഉണ്ടാവില്ല, കാരണം തുറന്നിടുന്നൊന്നുമില്ലല്ലോ. നമ്മൾ വരുമ്പോൾ മാത്രമല്ലേ തുറക്കണുള്ളൂ. അപ്പോഴും നമ്മളതിൻ്റെ ഡോർ എപ്പോഴും അടച്ചിടും, ഷട്ടർ മാത്രമേ പൊന്തിക്കുള്ളൂ കേട്ടോ. ആ ചില്ലിൻ്റെ ഇതൊക്കെ അടച്ചിടും. അതുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല. എന്നാലും നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിടും. പിന്നെ അതിൻ്റെ ഇങ്ക് വെക്കാനും നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻറ്റ് വരുന്നതിൻ്റെ ഇങ്ക് നമ്മൾ ഊരി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു അത് എടുത്ത് വെക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പപ്പ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോക്സുകളൊക്കെ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് പാക്ക് ചെയ്യണത് കേട്ടോ. മെഷീൻ ഓണായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ മിസ്സാവാതെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പപ്പോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെഷീനിൽ ചോക്ലേറ്റ് പാക്കായി വരുന്നത്. അവിടെ നിന്ന് ഓരോന്ന് നമ്മൾ വെച്ച് കൊടുക്കണം. നമ്മൾ മാനുവലായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പാക്ക് ചെയ്യുന്നത് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ നമ്മുടെ പാക്ക് ചെയ്ത് എല്ലാം ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 1-2 മണിക്കൂറൊക്കെ വേണം കേട്ടോ ഇതിങ്ങനെ പാക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റായി വന്നു. അപ്പോൾ മെഷീനിലെ പാക്കിങ് കഴിഞ്ഞു. ഇനി നമ്മളിത് ഓരോന്നും
ബോക്സിലാക്കാനുണ്ട് കേട്ടോ. അതായത് ഒരു ബോക്സിൽ 52 എണ്ണമാണ് നമ്മൾ വെക്കണത്. അപ്പോൾ അതങ്ങനെ അടക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കുറേ ലേറ്റായി. ഇതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വരുമ്പോൾ തന്നെ സമയം 9 മണി 8:45 കഴിഞ്ഞ് 9 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയ പരിപാടിയല്ലേ, ചോക്ലേറ്റ് ആയിട്ടും കാര്യങ്ങളായിട്ടും. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി നമ്മളിതവിടെ എല്ലാം പൂട്ടി ഇറങ്ങിയിട്ടോ. പിന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയത്. ഇനിയിപ്പോൾ ചെല്ലുക, കുളിക്കുക, പ്രാർത്ഥന എത്തിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.